പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ പരോളിനായി നീക്കം തുടങ്ങി. 2 പ്രതികൾ പരോളിനായി സർക്കാരിന് അപേക്ഷ നൽകി. ശിക്ഷ വിധിച്ച് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് പരോളിനായി അപേക്ഷ സമർപ്പിച്ചത്. പരോളിനായുള്ള നീക്കം ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ശരത് ലാൽ കൃപേഷ് വധക്കേസിലെ പ്രതികൾക്കാണ് പരോൾ നൽകാൻ നീക്കം നടത്തുന്നത്. 8-ാം പ്രതി സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർ പരോളിനായി അപേക്ഷ നൽകി. സുബീഷ് ജനുവരി 21-നും സുരേന്ദ്രൻ ജനുവരി 22-നുമാണ് അപേക്ഷ നൽകിയത്. പ്രതികൾ നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ P. ജയരാജൻ ജയിലിലെത്തി പ്രതികളെ കണ്ടിരുന്നു. ജയിൽ കമ്മിറ്റിയാണ് പരോൾ അപേക്ഷ പരിഗണിക്കുക. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകൾ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് പിന്തുണയും അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പരോളിന് നീക്കം തുടങ്ങിയത്. പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു. ശരിയാണെങ്കിൽ കേരളത്തിലെ ഒടിയ ക്രിമിനലുകൾക്ക് ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കുക. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പറഞ്ഞു. CPM ഭരിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകത്തിന്റെ അകത്തുള്ള എത്രയോ പ്രതികൾ ജയിലിൽ തടവുകാരനല്ല, ജയിലിൽ സൂപ്രണ്ടാണ്. പ്രതികൾ പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയാൽ സമാധാനത്തോടെ നടക്കാൻ അനുവദിക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പരോളിന് ഇറങ്ങാമെന്നോ അങ്ങനെ പരോളിൽ ഇറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പെരിയ കല്യോട്ട് ശരത് ലാൽ കൃപേഷ് അനുസ്മരണ സമ്മേളനം നടത്തി. കർണാടക ഉപമുഖ്യമന്ത്രി D.K. ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. I have not come here as a deputy chief minister. I have come here as a youth congress leader 35-40 years back. Media One, Kasargod.